അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി യശൊക്കെ മാറ്റി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഒന്ന് നോക്കി നോക്കി എങ്ങനെ എന്നെ കാണാനേ സൂപ്പറാണോ? ഇമ്മച്ചി മുടിയൊക്കെ നല്ല സൂപ്പറായിട്ട് കെട്ടിച്ചണ്ടിട്ടുണ്ട്. കൊച്ചേടെ ഉണ്ടാവുള്ളൂ. ഉമ്മച്ചിൻ്റെ ഒരു ആഗ്രഹമല്ല. അപ്പോൾ ഞാൻ പിന്നെ സമ്മതിച്ച് ഞാൻ നല്ല സൂപ്പർ ചെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കണുള്ളൂ. ഞാൻ വിഗോ ഈ വിഗൂലായിരിക്കും. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പിന്നെ നേരെ പോയിട്ട് ഹമഡ് എയർപോർട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഖത്തറിലെ ഹമഡ് എയർപോർട്ട്. അവിടെ ചെപ്പൊക്കെ നല്ല സന്തോഷമായി നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. അതുപോലെ തന്നെ നല്ല ലേറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മേലേക്കൊക്കെ നോക്കും ഓടൂ ലേറ്റ് കാണുമ്പോൾ പിന്നെ ദീദിനായിട്ട് കൊച്ചു പോക്കി കളിച്ചു. അങ്ങനെ നിന്ന് കൊച്ചു നേരെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് വേഗവും സാധനങ്ങളൊക്കെ ആയിട്ട് ദീദി ഒരു ട്രോളിൻ്റെ വെച്ചിട്ട് വേണം ഇതിൻ്റെ കാര്യം ഞാൻ ഏറ്റുന്ന്. ഇപ്പം ചിമ്പ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. എന്തിനാ എനിക്ക് മനസ്സിലായില്ല. അയ്യാ പോണ് ഇമ്മച്ചേ പെറ്റോ നമ്മുടെ പെറ്റൊക്കെ പോണ് എപ്പോഴും കൊള്ളറ്റ് കഷ്ടപ്പെട്ട് വെച്ച സാധനങ്ങളൊക്കെയാണ് ഇതിൽ എമ്പണ്ണത് കിട്ടുക. പക്ഷെ എന്ത് പിടിക്കണമൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഈ തീരിൻ്റെ ട്രോളി ഇമ്മച്ചിൻ്റെ അടുത്തൊരു ബാഗ് ഉപ്പച്ചിൻ്റെ അടുത്ത് ബാഗ് മാറ്റുള്ളൂ. ബാക്കിയൊക്കെ കൊത്ത് പച്ചോണേടൊക്കെ കിട്ടൂല്ലേ. ഇവിടെ എത്തിയപ്പോൾ നല്ല സമാധാനമായി ഇവിടേക്കൊക്കെ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഗേറ്റിൻ്റെ അവിടേക്ക് പോയാൽ മതി. അങ്ങനെ ഞങ്ങളിങ്ങനെ ഗേറ്റിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഞാൻ അവിടുത്തെ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെ പൊക്കി കളിച്ച് വീണ്ടും ഇങ്ങനെ നടക്കുന്നതാണ്. എപ്പോഴാണ് അവ ഗേറ്റ് എത്തുക? ദീദി വയ്യ ആളെ പോലെ ഓൾഡ് സാധനങ്ങളൊക്കെ ഓൾഡ് പെറ്റിയിലുണ്ട്. പിന്നെ ഓക്കോ ടെൻഷനും ഇല്ലല്ലോ. ഇതിൻ്റെ സാധനങ്ങളൊക്കെ ആ പെറ്റിയിലാണ് പോയ പെറ്റിയിൽ. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്തായാലും വല്ല നല്ല ടെൻഷനില്ല. അപ്പോൾ ഇതിമൊക്കെ ഒന്ന് കയറിയിട്ട് കൊച്ചുനേരം പോക്കി കളിച്ചോ സമാധാനമാവും. അതൊക്കെ നല്ല കുട്ടികളുടെ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് വന്നപ്പോൾ ഫ്ലൈറ്റിക്ക് കേടുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേന് എൻ്റെ സ്വഭാവം മാറി. ഞാൻ കൊച്ചു കൂടുതൽ പോക്കി കളിച്ചാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് വേഗം എത്തൂട് കുറേ നേരമായി ഞാൻ അന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഫ്ലൈറ്റിക്ക് കയറിയപ്പോൾ സൂപ്പർ എൻ്റെ ടി വി ഒക്കെ ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നാട്ടിലെത്തണവരെ ഈ ടി വിയിലൊക്കെ കളിച്ചാൽ അതിൻ്റെ കൂടെ പൊടുപ്പും കൊണ്ടുവന്ന് ചീറ്റിൻ്റെ പൊടുപ്പ് ഇരിക്ക് വേണം പറഞ്ഞു പോളിട്ട് അന്നില്ല. ഓള് പയ്യനാക്ക് പൊപ്പ് പറ്റിയില്ലേ പിന്നെ എൻ്റെ പൊപ്പ് വീണ്. പക്ഷെ എൻ്റെ രീതിയാണല്ലേ. ഞാനൊന്നും അങ്ങനെ ഇറ്റപ്പറ്റിന് ലാവിലായി. പക്ഷെ എൻ്റെ ഇപ്പോൾ സംഭവിച്ചത് അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ വന്നത്ര ഞാനൊന്നും അഞ്ഞില്ല. ക്ഷീണമായി പോയി. ആ ശമാടാനായിട്ടോ പെറ്റൊക്കെ കിട്ടിയല്ലോ. ഇപ്പോഴാണ് പക്ഷേ ശമാനായത്. ഇതൊക്കെ അവിടെ ചെന്നപ്പോൾ ഇപ്പച്ചിട്ടൊക്കെ ടോളിലിട്ട് നോക്കുക. ഇപ്പം എൻ്റെ ടോളിലിട്ടേ അതിനെങ്ങനെ ടോളി ചെയ്യലേ. ഞാൻ അപ്പോഴും ഒങ്ങിയിരുന്നേ രീതിക്ക് കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷം. ഇപ്പച്ചിയുടെ പേടൊക്കെ എഴുതിയിട്ട് എന്താ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ മലയാളിയല്ലേ പിന്നെ ഇത് ശ്രീലങ്കയിൽ നിന്നല്ലേ. അതാണ് ഈ ട്രിപ്പിലെ ട്വിസ്റ്റ്. ഞങ്ങൾ നാട്ടിൽ പോവുമായിരുന്നു. അപ്പം പറ്റി പറഞ്ഞ് നമ്മൾ ശ്രീലങ്ക വഴിയാണ് പോകണത്. അപ്പം എന്നാൽ അവിടെ 2 ദിവസം ഉണ്ട് നിൽക്കാന്ന്. അപ്പം നമുക്ക് ശ്രീലങ്ക ഒന്ന് അച്ചു പൊളിച്ചിൻ്റെ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. ഓക്കെ ബൈ.